അസ്സലാമു ഞാൻ നാവായിക്കുളം പഞ്ചായത്തിൽ പെട്ട നമ്മുടെ 3-ാം വാർഡിലെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അതായത് ഈ 5 കുട്ടികളെ അമ്മയ്ക്ക് ക്ഷയരോഗമാണ്. പ്രസവം നിർത്താൻ പറ്റൂലായിരുന്നു. 5 മക്കൾ തുടരെയുള്ള 9, 7, 5, 3, 1 വയസ്സ്. അപ്പോൾ ഇത്രയും മക്കളുണ്ട്, 3 പെണ്ണും 2 ആണും. അപ്പോൾ അവർക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ല. ഇപ്പോൾ പ്രസവം നിർത്താൻ പറ്റാത്തത് കൊണ്ട് ആണിനെ കൊണ്ടുപോയി സർജറി ചെയ്ത്. അപ്പോൾ നമുക്ക് 50 രൂപ ചലഞ്ച് ഞാൻ ഗൂഗിൾ പേ നമ്പർ വെക്കുന്നുണ്ട്. ഈ 50 രൂപ നിങ്ങൾ ഗൂഗിൾ പേയിൽ എൻ്റെ ആര് വന്നാലും ഞാൻ അവർക്ക് വേണ്ടിയാണെന്ന് കരുതിക്കോളും. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നമുക്ക് ഉടനെ തന്നെ ഭക്ഷണം എത്തിക്കണം. കാരണം 50 രൂപ. കാരണം ഗൂഗിൾ പേ അവരെ അക്കൗണ്ട് നമ്പർ വെക്കാമെന്ന് വെച്ചാൽ ഗൂഗിൾ പേ ആണ് എല്ലാവരും. അവർക്ക് ഫോണില്ല, ഗൂഗിൾ പേ ഉണ്ട്. ഭർത്താവിന് ടോർച്ച് സെറ്റ് ഉണ്ട്. ഭർത്താവിൻ്റെ കയ്യിൽ നമുക്ക് പൈസ ഏൽപ്പിച്ചാൽ സുരക്ഷിതമല്ല, ഈ കുട്ടികൾക്ക് എത്തുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് 50 രൂപ ഞാൻ അവർക്ക് ഭക്ഷണം എത്തിക്കാനാണ്. അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബ് വരുമാനം കിട്ടണമെങ്കിൽ അടുത്ത മാസം ചിലപ്പോൾ ലാസ്റ്റോട് കൂടിയൊക്കെ ആവുമായിരിക്കും. അത് എത്ര കിട്ടുമെന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. ഗൂഗിൾ പേയിൽ ഞാൻ വെക്കുന്നുണ്ട് 50 രൂപ ചലഞ്ച്. ഈ 50 രൂപ നമുക്ക് 10 പേരാവുമ്പോൾ 500 രൂപയായി. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈകോർക്കാം. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ഞാനിത് പറഞ്ഞില്ലേ 5 മക്കളുള്ള ഇതാണ്. ഞാൻ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഇതാണ് 5 മക്കൾ. അത് മോളാണ്. ഒരു മോൾ ഉറങ്ങുന്നുണ്ടാ. എത്ര മോളുണ്ട്? 3 മോള്. 3 മോള്, 2 മോനാണ്. ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ്. അപ്പോൾ ഇവർക്ക് ഭക്ഷണത്തിന് നല്ല ബുദ്ധിമുട്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഇത് അവരെ ഭർത്താവിൻ്റെ അമ്മയാണ്. ഭർത്താവ് കൂലിപ്പണിയാണ്. ഇപ്പോൾ ഒരു സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസമേ ആയിട്ടുള്ളൂ. ഈ കുട്ടികളെ കൊണ്ട് ഇതിന് ക്ഷയരോഗമാണ്. അപ്പോൾ ഈ മക്കൾക്ക് ഞാൻ ഇന്ന് വന്നപ്പോൾ പറഞ്ഞു കേട്ടാ, ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഞാൻ അവരെ അക്കൗണ്ട് നമ്പർ വെക്കും. അവർക്ക് ഗൂഗിൾ പേ ഇല്ല. മൊബൈലുണ്ടാ? മൊബൈൽ നമ്പരും ഇതിൽ വെക്കാം. ആരെങ്കിലും അക്കൗണ്ട് നമ്പർ വഴി പൈസ ഇട്ട് കൊടുക്കണം. പിന്നെ ഗൂഗിൾ പേ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഗൂഗിൾ പേ ഞാൻ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്നെ വിളിച്ചാലും മതി. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവർക്ക് അരി സാധനത്തിനുള്ള പൈസ എത്തിക്കണം. പിന്നെ ഇതാണ് മക്കൾ. ഒരാൾ ഉറങ്ങുന്നത്. എത്ര വയസ്സൊക്കെ മക്കൾക്ക്? 9 വയസ്സ്, ഇയാൾക്ക് 7 വയസ്സ് ആയി, ഇയാൾക്ക് 3 വയസ്സായി, ഇയാൾക്ക് 1 വയസ്സായി, 5 വയസ്സായി. ആ കിടന്നുറങ്ങണ മോൾക്ക് 5 വയസ്സായി. ഇപ്പോഴിവരെ ഉണ്ട് അവസ്ഥ ഉണ്ടാ. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ്. വാർത്ത വീടൊക്കെ തന്നെ. ഇത് 2 റൂമുണ്ട്. അതൊരു റൂം, അതൊരു റൂം ആണ്. അവർ അടുക്കളയൊക്കെ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് സഹായിക്കണം ഇവർക്ക് ഭക്ഷണത്തിൽ. എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയാൽ ഞാൻ ഇവർക്കൊരു വിഹിതം കൊടുക്കണം എന്നാണ്. പിന്നെ മക്കളെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞാണ്? എന്തൊക്കെ വേണം പറയും? അവർക്ക് നല്ല ഉടുപ്പ് വേണം. മക്കളെ ഉടുപ്പ് വേണ്ട. മക്കൾക്ക് നല്ല ഉടുപ്പ് വേണം. എൻ്റെ അവസ്ഥ അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അൽഹംദുലില്ലാ ഒരു ഇതൊക്കെ വീടായി. കുട്ടികളെ ഞാൻ IT കച്ചവടം ചെയ്തിട്ട് ഞാൻ ഈ മക്കളെ ഡ്രസ്സ് ഇവിടെ വന്നപ്പോൾ ഒരു ഡ്രസ്സ് പോലും ഇല്ല. അന്ന് ഈ മോളെ ഗർഭിണിയായിരുന്നു അല്ലേ. ഒരാഴ്ച കഴിഞ്ഞ് പ്രസവിക്കുകയും ചെയ്ത് മോളുമായി. പിന്നെ ഇപ്പം ഞാൻ കുറച്ചായി ഇങ്ങോട്ട് വന്നിട്ട് ഈ മക്കളെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോഴേ അവരവസ്ഥ കണ്ടില്ലേ. നിങ്ങൾ കൈവിട്ട് കളയല്, സഹായിക്കണം ഈ മക്കളെ. ഇവർ അക്കൗണ്ട് നമ്പർ വെക്കും, എൻ്റെ ഗൂഗിൾ പേ നമ്പർ വെക്കും. നിങ്ങൾ ഗൂഗിൾ പേയിൽ ആരെങ്കിലും അയക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആ ഗൂഗിൾ പേ തന്നെ മെസ്സേജും അയക്കണം. മഴ പിടിച്ച് ഡ്രസ്സില്ല കുട്ടികൾക്ക് ഇടാൻ. ഇതാണ് അവസ്ഥ. ഇവിടെ സഹായിക്കണം. ഞാൻ എൻ്റെ ഉമ്മായും കുട്ടിയാണ് വന്ന. ഇത് മാമി അവർ വയസ്സായൊരു വയ്യാത്തവരാണ്. അപ്പം നമുക്ക് അരി സാധനം ഇവരെ പൊടി മക്കളെ ഇട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അരി സാധനം മോളെ അവസ്ഥ ഉണ്ട്. എൻ്റെ മോളെ പ്രായമുള്ളൊരു മോളാണ്. എൻ്റെ മക്കളെയൊക്കെ പരുവുള്ള മക്കളാണ്. അപ്പോൾ നമുക്ക് ഇവർക്ക് എന്തെങ്കിലും ഒന്ന് എത്തിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടം വരെ വന്നത്. പിന്നെ കുഞ്ഞിനെന്തു കൊടുത്ത്? പൊടിക്ക് കുറുക്കൊന്നും കൊടുക്കൂലേ? അതിന് ക്ഷയരോഗം ആയതുകൊണ്ടാണ് നമുക്ക് പ്രസവം നിർത്താനൊന്നും പറ്റൂല കുട്ടിക്ക്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ മക്കളെ നമുക്ക് നോക്കിയേ പറ്റുള്ളൂ. ഒരു ഗവൺമെൻറ് സ്കൂളിൽ എത്ര പേര് സ്കൂളിൽ പോകണുണ്ട്? ഈ മോനും ആ ഉറങ്ങുന്ന മോളും ഇതും സ്കൂളിൽ പോകണുണ്ട്. മോൻ എത്രയില്? അപ്പം നമുക്ക് ഇവരെ ഒന്ന് സഹായിക്കണം. അതിന് ഞാൻ ഇവരെ അക്കൗണ്ട് നമ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഗൂഗിൾ പേ നമ്പറില്ല. മൊബൈലും ഭർത്താവിന് മാത്രമേ ഉള്ള മൊബൈല്. ഇപ്പോഴും ഞാൻ ഇത്രയും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നോള്
അരി സാധനം എന്താണ് നിങ്ങൾ ആവശ്യം പറയും? അരി സാധനങ്ങളും പിന്നെ കൊച്ചുങ്ങൾക്ക് വസ്ത്രവും ഇത് വേണം. അപ്പം നമുക്ക് സഹായിക്കണം. നിങ്ങൾ ആരും സഹായിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ ഒരു വീതം ഇവർക്ക് കൊടുക്കും. പക്ഷെ എനിക്ക് വരുമാനം കിട്ടണമെങ്കിൽ അടുത്ത മാസം ലാസ്റ്റോട് കൂടി ആവും. അപ്പം ഈ കുട്ടികളെ നമുക്കൊന്ന് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. ഇവരെ സ്കൂളിലിടാൻ ഡ്രസ്സ് വേണം. ആഴ്ചയിൽ 2 ദിവസമേ യൂണിഫോം ഉള്ളൂ. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പം ശരി എന്നാൽ അസ്സലാമു അലൈക്കും. മുമ്പ് ഇവിടെ ഉള്ള പട്ടി ഉണ്ടായിരുന്നല്ലോ. അതാ അല്ല, എന്നെ കാണുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. ബാത്റൂം ആദ്യം അത് ഒരു മോട്ടർ പോലും ഇല്ല. സഹായിക്കണം നിങ്ങൾ. കാരണം ഞാൻ അവരെ അക്കൗണ്ട് നമ്പർ വെക്കും, ഗൂഗിൾ പേ നമ്പർ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. സഹായിക്കാൻ പറ്റുന്നവർ എൻ്റെ നമ്പരും കൂടെ ഞാൻ വെക്കും. അവരെ സിമ്മ് കട്ടായി കിടക്കുന്നത്, മൊബൈലുണ്ട്, സിമ്മ് കട്ടായി കിടക്കുന്നത്. ഇതാണ് കിണറിൻ്റെയൊക്കെ അവസ്ഥ. കുട്ടികൾക്ക് കുളിക്കാനൊന്നുമില്ല. അവസ്ഥ നോക്കിയാണ് ഈ വീടിൻ്റെ. നമുക്ക് ഇതുപോലെയൊക്കെ ഉള്ളവരെ നമുക്ക് സഹായിക്കണം. കുഞ്ഞു മക്കളെ കണ്ട ക്ഷയരോഗമാണ്. ഇനി പ്രസവം ഒന്നും നിർത്താനും ഒന്നും പറ്റൂല. അതുകൊണ്ടിപ്പോൾ ഭർത്താവിന് ഒരു വലിയ സർജറി നടത്തി. ഇനി പ്രസവിച്ചാൽ ആ കുഞ്ഞില്ലാണ്ടായി പോവും. പെണ്ണെ അവളെ നമ്മൾ പോട്ടാ. നമ്മൾ പോണം. അതാണ് എൻ്റെ ഉമ്മ. പോട്ടാടാ, ഞാൻ കൊണ്ടുപോട്ടാ നിന്നെ. ടാറ്റ പറഞ്ഞാൽ എല്ലാവർക്കും ടാറ്റ പറഞ്ഞു കൊടുക്കി. 2 വട്ടം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കോപ്പിറൈറ്റ് കയറി. അത് ടൂൺ എഡിറ്റ് ചെയ്തിട്ടാണ്. നിങ്ങൾ ക്ഷമിക്കണം. മാക്സിമം നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം. നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഞാൻ 2 ദിവസം 3 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യും നിങ്ങളുടെ സഹായത്തിന് വേണ്ടി. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. നമുക്ക് ആ കുട്ടികളെ ഒന്ന് കൈകോർക്കാം. മഴ കാരണം ഒന്നും പറ്റുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ റെസ്റ്റായിരുന്നു. ഇപ്പം അങ്ങോട്ട് പോയുള്ളൂ. ഞാൻ അടുക്കളയിലൊക്കെ കയറി ഒന്ന് കണ്ടതാണ്. അപ്പം നിങ്ങൾ നമ്മളെന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. അല്ലേ മിൻഹ? ഭക്ഷണം കൊടുക്കണമെന്ന് പറ അവർക്ക്. സലാം പറഞ്ഞോട്ടെ.